സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് ആകാംക്ഷ. നിശ്ചിത റൂട്ടുകളിലും ദൂരപരിധിയിലും മാത്രമായിരിക്കും സൗജന്യ യാത്ര എന്നാണ് സൂചന. KSRTC ജെൻഡർ ടിക്കറ്റിംഗ് വഴി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയെങ്കിലും സാമ്പത്തികമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല. UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വളരെ സുപ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു KSRTC ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് നൽകുമെന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തു. ഇനി അടുത്ത മാസം 15 മുതൽ ഈ സൗജന്യ ടിക്കറ്റ് നൽകുകയും വേണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം KSRTC കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ഒരു നഷ്ടത്തിൽ നിന്നും പതുക്കെ കരകയറി വരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ ഒരു പെരുമാറ്റച്ചട്ടം അടക്കം നിലവിൽ വന്നതോടുകൂടി സർക്കാരിൽ നിന്നുള്ള സഹായം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി KSRTCക്ക് ലഭ്യമാകുന്നുമില്ല. അത് മറികടക്കാൻ വേണ്ടി SBIയിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ പെൻഷനും ശമ്പളവും അടക്കം കൃത്യമായി നൽകാൻ KSRTC ശ്രമിക്കുന്നത്. അതിനിടയിൽ ജൂൺ മുതൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കും KSRTC ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനായി സർക്കാർ കൂടുതൽ ധനസഹായം നൽകുമോ, ഒപ്പം ഏതൊക്കെ സർവീസുകളിൽ, ഏതൊക്കെ റൂട്ടുകളിൽ, ഏതൊക്കെ ബസ്സുകളിലായിരിക്കും ഈ ഒരു സൗജന്യ ടിക്കറ്റ് നൽകുക, എല്ലാ ബസ്സുകളിലും നൽകുക എന്നതൊരു പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു പഠനം KSRTC ഇതിനുവേണ്ടി നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി KSRTC നടപ്പിലാക്കിയിരുന്നു. എത്രത്തോളം സ്ത്രീകളും എത്രത്തോളം പുരുഷന്മാരും KSRTC സർവീസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും അടക്കം ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം വലിയ രീതിയിലുള്ള സ്ത്രീ പ്രാതിനിധ്യം സൗജന്യ ടിക്കറ്റ് ലഭ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും. അത് KSRTCയും അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ് സർവീസുകളെയും കാര്യമായി ബാധിക്കും. അതെങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ നിലവിൽ KSRTC മുൻപിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിന് സർക്കാർ എങ്ങനെ സൗകര്യം ഒരുക്കും, അത് ഏത് രീതിയിലായിരിക്കും നടപ്പിലാക്കുക? പ്രധാനമായും നമ്മൾ പറയുന്നത് ഓരോ റൂട്ടിലുമുള്ള സർവീസിന്റെ ലാഭം കണക്കാക്കിയാണ് ആ സർവീസ് നിലനിർത്തുകയോ അത് ക്യാൻസൽ ചെയ്യുകയോ അടക്കം ചെയ്യുന്നത്. അത് ആ റൂട്ടുകളിൽ സൗജന്യ ടിക്കറ്റ് വരുമ്പോൾ നഗരമേഖലയിൽ നിന്ന് മാറി ഗ്രാമമേഖലകളിലേക്ക് എത്തുമ്പോൾ അത് സൗജന്യമാകുമ്പോൾ ആ ഓരോ റൂട്ടിനെയും ഓരോ സർവീസിനെയും എങ്ങനെ ബാധിക്കുമെന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും KSRTC ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ചുകൊണ്ട് മാത്രമായിരിക്കും നടപ്പിലാക്കുക. അത് നിശ്ചിതമായിട്ടുള്ള റൂട്ടുകളിലും നിശ്ചിതമായിട്ടുള്ള ബസ്സുകളിലും മാത്രമായിരിക്കും നടപ്പിലാക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും 15-ാം തീയതി തൊട്ട് ലഭ്യമാക്കുമ്പോൾ അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നടത്താനുണ്ട്. ഈ പല കാര്യങ്ങളിലും നഷ്ടക്കണക്കിൽ നിന്നും ലാഭക്കണക്കിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു എടുത്തുചാട്ടം ആയി മാറുമോ എന്ന കാര്യത്തിലും ഈ നടപ്പിലാക്കി കഴിഞ്ഞ് വരുന്ന മാസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. KSRTC എന്തായാലും ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.